السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إنا لله وإنا إليه راجعون. അഷ്റഫ് മാലിക്കി ഉസ്താദ് ഉറുമണ അദ്ദേഹം മരണപ്പെട്ട ദുഃഖവാർത്ത എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ. അഷ്റഫ് ഉസ്താദുമായിട്ട് വലിയ അടുപ്പവും ബന്ധവും പരിചയമുള്ള ആളാണ് ഞാൻ. മാത്രമല്ല എൻ്റെ നാട്ടിന്റെ തൊട്ടടുത്ത നാടായ ഉറുമണയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഒരുപാട് മഹലിൽ അദ്ദേഹം ജോലി ചെയ്യുകയും സന്തോഷ് നഗർ, അതുപോലെ തന്നെ KC നഗർ, പൂമണ്ണിൽ വെച്ച് ഒരുപാട് വർഷം ജോലി ചെയ്ത നല്ലൊരു ഉസ്താദാണ്. നല്ല സൽസ്വഭാവിയും താഴ്മയുടെയും നല്ല ഇബാദത്തും കുട്ടികൾക്ക് നല്ലവണ്ണം പഠിപ്പിക്കുന്ന, ആർക്കും വേദനയാക്കുന്ന വാക്ക് പോലും പറയാത്ത നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കുറവ് പോലും സംഭവിച്ചിട്ടില്ല. പറയത്തക്ക ഒരു കുറവ് പോലും സംഭവിക്കാത്ത നല്ല സൽസ്വഭാവിയായ മനുഷ്യനാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ നാട്ടിന്റെയും പരിസരത്തെ നാട്ടുകാർ എല്ലാവരും അദ്ദേഹത്തിനെ പറയുന്നത് ഒരൊറ്റ വാക്കാണ്, നല്ല ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അപ്പൊ നല്ല മനുഷ്യനാണ് എന്ന് പറയിപ്പിച്ച് ലോകത്തോട് വിട പറയുക എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. അഷ്റഫ് ഉസ്താദിനെ സംബന്ധിച്ച് ചില വാട്സപ്പുകളിലൊക്കെ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ മെസ്സേജുകൾ കാണുന്നു. ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വൻ കുറ്റമാണ്. എങ്ങനെയാണോ ദുനിയാവിൽ ആത്മഹത്യ അവൻ ചെയ്തത്, അതേപോലെ തന്നെ നാളെ നരകത്തിൽ അവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് അവന്റെ ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് വൻ കുറ്റമാണ്. ഞാൻ ആത്മഹത്യനെ ന്യായീകരിക്കാനല്ല. പക്ഷേ അഷ്റഫ് ഉസ്താദിനെ സംബന്ധിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ആയിട്ട് മരിച്ചതാണ് എന്നാരും പറയാൻ പാടില്ല. കാരണം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണെന്ന് മരിച്ചത് എന്ന് നേരിട്ട് കണ്ട ഒരു വ്യക്തിയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഖുർആൻ വ്യക്തമായി പറയുന്ന വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, വിവരമില്ലാത്ത ഒരു കാര്യം നീ പറയാൻ നിൽക്കരുത്. അദ്ദേഹം മരണസമയത്ത് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? അദ്ദേഹം ജാറി വീണതാണോ, തെങ്ങി വീണതാണോ, അല്ല ചാടിയതാണോ, അല്ല ഹാർട്ട് അറ്റാക്കായി വീണതാണോ, അല്ല വേറെ ഏതെങ്കിലും മരിച്ചതാണോ? പല സാധ്യതകളുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിനെ ആത്മഹത്യ ചെയ്തതായി കാണാത്ത കാലത്തോളം ഞങ്ങൾ ആത്മഹത്യയാണെന്ന് വിധി എഴുതുന്നത് അദ്ദേഹത്തിനെ അപമാനിക്കലാണ് എന്ന് നിങ്ങളോട് പറയുന്നു. അതേ സമയത്ത് ആത്മഹത്യയെ ചെയ്യുന്നത് ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വൻ കുറ്റമാണ്, വലിയ കുറ്റമാണ് എന്ന് പറയലോടൊപ്പം അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് കാണാത്ത കാലത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആത്മഹത്യ എന്ന് എഴുതുന്നത് ശരിയല്ല. ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി നല്ലത് മാത്രമേ ഞങ്ങൾ വിചാരിക്കാൻ പറ്റൂ. ഹുസ്നുള്ളന്, നല്ലത് മാത്രം വിചാരിക്കുകയും നല്ലത് മാത്രം എടുത്തു പറയുകയും ചെയ്യണം. അല്ലാഹു തആല അദ്ദേഹത്തിനിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഞാൻ അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ നാളെ ഞാൻ എന്താണ് ചെയ്യുന്നു എന്നുള്ളത് ഒരൊറ്റ ശരീരവും അറിയില്ല. അതേപോലെ തന്നെ എവിടെ വെച്ചാണ്, ഏത് ഭൂമിയിലാണ് മരിക്കുന്നത് എന്ന് ഒരൊറ്റ ശരീരവും അറിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഒരൊറ്റ ശരീരത്തിനെയും അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല ലവലക്ഷ്യം പോലും ബിന്ദിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കണം, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ കടം സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഞാൻ അദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം കടം എടുത്ത് അദ്ദേഹത്തിനിക്ക് വീട്ടാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കേവലം 11,000 ശമ്പളമാണ്. ആ ശമ്പളത്തിൽ അദ്ദേഹം ഒരുപാട് കടങ്ങളെ വീട്ടാൻ അദ്ദേഹത്തിനിക്ക് സാധിക്കാതെ വരുമ്പോ വിഷമം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഇത് ഒരു അഷ്റഫ് ഉസ്താദല്ല. ഇങ്ങനത്തെ എത്രയോ അഷ്റഫ് ഉസ്താദുമാർ പ്രയാസപ്പെടുന്നവരുണ്ട്, കച്ചവടത്തിൽ കുടുങ്ങിയവരുണ്ട്. അതുപോലെ തന്നെ തുച്ഛമായ ചെറിയ ശമ്പളത്തിന് പണിയെടുക്കുന്ന മുഅല്ലിമീങ്ങളുണ്ട്. അവർ എങ്ങനെയാണ് കുട്ടികളുടെ സ്കൂൾ ഫീസ് കെട്ടുക, അതുപോലെ തന്നെ കടം വീടുക, എങ്ങനെയാണ് വീട് നിർമ്മിക്കുക, എങ്ങനെയാണ് മക്കളെ കെട്ടിച്ചു കൊടുക്കുക എന്ന് പ്രയാസപ്പെടുന്ന ദുഃഖിക്കുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്. ഇവിടെയാണ് കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളൊക്കെയും ഭരണാധികാരിയാണ്, നിങ്ങളുടെ ഭരണത്തിനെ പറ്റി നാളെ പരലോകത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ ഇവിടെയാണ് SMA, എവിടെയാണ് മറ്റുള്ള സംഘടന, ഇവിടെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ഇത്തരം അഷ്റഫ് ഉസ്താദുമാരെ കണ്ടെത്തി അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി താങ്ങും തണലായി നിൽക്കുന്ന SMA ആകണം. അതുപോലെ തന്നെ മറ്റുള്ള കമ്മിറ്റി ഭാരവാഹികളാകണം. ഇങ്ങനെ വന്നാൽ സമുദായത്തിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഇത്തരം പ്രയാസത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ കഴിയുമെന്നാണ് നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായി വിനയത്തിന്റെ ഭാഷയിൽ പറയുന്നത്. സഹോദരന്മാരെ, എത്ര ആളുകളാണ് പ്രയാസപ്പെടുന്നത്. ഇവിടെ വലിയ വലിയ പണക്കാരായ ആളുകള്, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളുകള്, ഇത്തരം ആളുകളെ തേടി കണ്ടെത്തി അവരുടെ പ്രയാസം മനസ്സിലാക്കി കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അവരുടെ വീടുകളൊക്കെ ലോണിൽ കഴിയുന്നുണ്ട്. ഈ നിലക്ക് വിഷമിക്കുന്ന ആളെ ആ സക്കാത്തിന്റെ അഹ്ലിക്കാർ പൈസ കൊടുത്തവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് സമുദായത്തിന് രക്ഷപ്പെടുത്താൻ കഴിയും, കരകയറ്റാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ ഒക്കെയും ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ചിട്ടും കടം എന്നുള്ളത്, പ്രത്യേകിച്ചിട്ടും ബാങ്ക് എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അഷ്റഫ് ഉസ്താദിന് ഏതായാലും അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യതകൾ കൊണ്ട് ആ മരണശേഷം ഖബറിൽ ആ കടബാധ്യത അദ്ദേഹത്തിന് ഒരു തടസ്സമാകരുത്, അദ്ദേഹത്തിന് ഭാരമാകരുത്. ഇനിയെങ്കിലും ഈ സമുദായത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ കടത്തിനെ വീട്ടാൻ വേണ്ടി ശ്രമം നടത്തണമെന്ന് വിനയപൂർവ്വം എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കുടുംബത്തിലേക്ക് താങ്ങും തണലാകണം. അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ്, നല്ല നിസ്കാരമുള്ള മനുഷ്യനാണ്, ദിക്ർ ചൊല്ലുന്ന മനുഷ്യനാണ്, താഴ്മയുള്ള മനുഷ്യനാണ്, എല്ലാവരും സ്നേഹത്തിന്റെ വാക്കുകൾ മാത്രം പറയുന്ന നല്ല ഒരു മനുഷ്യനാണ്. ഞാൻ അടുത്തറിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ പറ്റി ഞാൻ ഇത്തരം പ്രശംസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി ആത്മഹത്യ എന്ന് പറയണ്ട. ഞങ്ങൾ അറിയാത്ത കാലത്തോളം, അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഞങ്ങൾ കാണാത്ത കാലത്തോളം അദ്ദേഹത്തിനെ പറ്റി തെറ്റായ വ്യാഖ്യാനം ഞങ്ങൾ പറയാതെ എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക. അദ്ദേഹത്തിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആരക്കുക, മർഹമത്തിന് വേണ്ടി ദുആരക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുക, അദ്ദേഹത്തിന് വേണ്ടി ദിക്ർ ചൊല്ലി ഞങ്ങൾ ഹദിയ ചെയ്യുക. എല്ലാം റബ്ബ് വിശാലമായി വിട്ടുപൊറുക്കുന്നവനാണ്, മഗ്ഫിറത്ത് ചെയ്യുന്നവനാണ്, അടിമകൾക്ക് അല്ലാഹു തആല വിട്ടുപൊറുക്കുന്നവനാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണമല്ലാ, റഹ്മത്ത് നൽകണമല്ലാ, കുടുംബത്തിന് നീ സമാധാനം നൽകണമല്ലാ, ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് തെറ്റ് വന്നാലും അല്ലാഹ്, ഖാലിഖായ അല്ലാഹ്, കഅബയുടെ റബ്ബായ അല്ലാഹ്, നീ വിട്ടുപുറത്ത് കൊടുക്കണമല്ലാ. നിന്റെ റഹ്മത്ത് വിശാലമാണ്, നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അതുകൊണ്ട് എത്ര വലിയ ദോഷമായാലും അല്ലാഹ്, നീ അദ്ദേഹത്തിലേക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണമല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.